ചമ്മന്തിയുടെ ഉത്ഭവം ഇന്ത്യയിലാണെന്നാണ് അറിയപ്പെടുന്നത്. സാധാരണയായി നമ്മുടെ കേരളത്തിൽ ഉപ്പും മുളകും തേങ്ങയും ചേർത്ത് അരച്ചുണ്ടാക്കുന്ന ചമ്മന്തി ചോറിൻ്റെ ഒപ്പമോ കഞ്ഞിയുടെ ഒക്കെ ഒപ്പമാണ് നമ്മൾ ഉപയോഗിച്ച് പോരുന്നത്. എന്നാൽ സ്വല്പം വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ച് കടുക് പൊട്ടിച്ചുള്ള ചമ്മന്തി അഥവാ ചട്നി നമ്മൾ ദോശയുടെ ഒപ്പമോ ഇഡലിയുടെ ഒപ്പമോ മസാലദോശയുടെ ഒപ്പമോ ബിരിയാണിയുടെ ഒപ്പമോ വരെ നമ്മൾ ഉപയോഗിക്കുന്നു. വെള്ളം ചേർത്ത് നേർപ്പിച്ച് അരച്ചെടുത്തതിനെ നമ്മൾ ചട്നി എന്നും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതിനെ നമ്മൾ ചമ്മന്തി എന്നും വിളിക്കുന്നു. നമ്മൾ കേരളീയർ പലതരത്തിലുള്ള ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. തേങ്ങയും ഉപ്പും മുളകും ചേർത്തരച്ച തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ കൂടെ സ്വല്പം മാങ്ങയും കൂടി ചേർത്ത് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. തക്കാളി ചമ്മന്തി ഉണ്ട്. അതുപോലെ തന്നെ പുളിയില ചമ്മന്തി ഉണ്ട്. ഇങ്ങനെ ചമ്മന്തിയിൽ പല വിധേനയുള്ള പരീക്ഷണങ്ങൾ നമ്മൾ കേരളീയർ നടത്തി വരാറുണ്ട്. സാധാരണയായി ഈ ചമ്മന്തി നമ്മൾ കഞ്ഞിയുടെ ഒപ്പമോ ചോറിൻ്റെ ഒക്കെ ഒപ്പമോ ആണ് നമ്മൾ ഉപയോഗിക്കാറ്. എന്നാൽ മൊമ്മാസ് കിച്ചൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ചേന ചേർത്തുള്ള സ്വാദിഷ്ടമായ ചേന ചമ്മന്തിയാണ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ചേന കൊണ്ടുള്ള ഒരു ചമ്മന്തി, മുളക് ചുട്ട ചമ്മന്തി. അതിനായിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ ചുരകിയത്, പിന്നെ ഒരു ചെറിയ പീസ് ചേന സ്ലൈസ് ആക്കിയത്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഒരു കുഞ്ഞു കഷ്ണം വാളംപുളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ചുമന്നുള്ളി. എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 3 മുളക് ചുട്ടെടുത്തോളൂ. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം. നമ്മൾ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. പണ്ടൊക്കെ അടുപ്പിലാണ് ചുട്ടുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഈ നോൺ സ്റ്റിക്ക് തവയിൽ ഗ്യാസിൽ വെച്ചങ്ങ് ചുട്ടെടുക്കും. അപ്പൊ ചുട്ട മുളകാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ചമ്മന്തിക്ക്. അത് ഗ്യാസിൽ നമ്മൾ നോൺ സ്റ്റിക്ക് തവ വെച്ചേച്ച് ഈ ഗ്യാസ് ഓൺ ചെയ്ത് ഈ മുളക് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ പോലെ വരും മുളകിന്. അപ്പൊ ആ സമയത്ത് ഓഫ് ചെയ്തെടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടേച്ച് ഒന്ന് അരയ്ക്കുക. അത്രയേ ഉള്ളൂ, എളുപ്പമാർഗം. പിന്നെ നമുക്കത് അരയ്ക്കാം. പണ്ടൊക്കെ എല്ലാവരും അരകല്ലിലാണ് ഇത് അരച്ചുകൊണ്ടിരുന്നത്. അരകല്ലിൽ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദുണ്ട്. നമ്മളിപ്പോ മിക്സിയിലായി പരിപാടികളൊക്കെ ചെയ്യണം, എളുപ്പമാർഗമല്ലേ. ആദ്യം നമ്മൾ ചേന അടിയിലേക്ക് ഇടും. ഇതിന്റെ ചേന ഒന്ന് ചതച്ച് കിട്ടണമല്ലോ. പിന്നെ ഉള്ളി, പിന്നെ ഇഞ്ചി, മുളകൊന്ന് പൊടിച്ചിടും നമ്മൾ അരിയാൻ എളുപ്പത്തിന്. തേങ്ങ ഈ ഓർഡറിൽ വേണം ഇടാൻ. അതാണ് നല്ലത്. ചേനയിൽ സ്വല്പം വെള്ളം ഉണ്ടാവും. ഇപ്പം ഏറ്റവും അടി ചേന ഇടണം. പിന്നെ ഞാൻ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കണ്ട, ചേനയിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഒന്ന് കറക്കി കഴിഞ്ഞിട്ട് ആ പുളി ചേർക്കുള്ളൂ. പുളി ചേർത്താൽ പിന്നെ അങ്ങനെ അധികം അരയൂല, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പുളി ചേർക്കുക. ഇനി ഒരു കഷ്ടി 1 മിനിറ്റോടെ ഒന്ന് കറക്കി എടുക്കണം. അപ്പൊ ചമ്മന്തി റെഡിയാവും. ഇതാണ് നമ്മൾ അരയ്ക്കാനായിട്ട് മിക്സിയിലിട്ട ചേന ചമ്മന്തി. അത് നമ്മൾ മിക്സിയിൽ നിന്ന് എടുത്ത് കൈകൊണ്ടൊന്ന് ഉരുട്ടി റെഡിയാക്കി വെക്കും. ഈ പരുവത്തിൽ നമ്മൾ മിക്സിയിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുക്കണം. എടുത്തിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് ഉരുട്ടി എടുക്കണതായത് ചേന ചമ്മന്തി. പണ്ടൊക്കെ ഈ കല്ലിലരയ്ക്കുമ്പോൾ വളരെ സ്വാദായിരുന്നു. ഇപ്പം അത്രയ്ക്ക് സ്വാദൊന്നും കിട്ടൂല, മിക്സിയല്ലേ കറങ്ങണത്. പിന്നെ ഇത് മുളകൊക്കെ ചുണ്ണത് കൊണ്ടൊരു പ്രത്യേക സ്വാദം ഉണ്ടാകും ഇതിന്. വെറും ഒരു 5 മിനിറ്റ് കഷ്ടി മതി ഇതുണ്ടാക്കാൻ. എളുപ്പത്തിൽ തയ്യാറാക്കാം. നോയമ്പ് കാലത്ത് കഞ്ഞിക്കൊക്കെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അരകല്ലിലെ ചമ്മന്തി അരയ്ക്കുന്നതിന്റെ ടേസ്റ്റ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കൂടുതലും ചമ്മന്തി അരച്ചിരുന്നത് അരകല്ലിലായിരുന്നു. പിന്നീട് നമുക്ക് തിരക്കുകൾ വന്നു, സമയനഷ്ടം വന്നു, അതുപോലെ അരകല്ലിൻ്റെ ലഭ്യത ബുദ്ധിമുട്ടായി തുടങ്ങി. അതിനുശേഷമാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നത് മിക്സിയിലായി തുടങ്ങിയത്.
പക്ഷേ സമയമുള്ളവര്, അതുപോലെ തന്നെ അരകല്ലിന്റെ ലഭ്യതയുള്ളവര് ഒക്കെ ഒന്ന് അരകല്ലിൽ ഒന്ന് അരച്ചു നോക്കൂ. ആ ചമ്മന്തിക്ക് അതിവിശേഷപ്പെട്ട ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ ചേർത്തുള്ള ചേന ചമ്മന്തി അങ്ങനെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയുടെ താഴെ റൈറ്റ് സൈഡിൽ ഒരു റെഡ് ലെറ്റേഴ്സിൽ സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മമ്മാസ് കിച്ചൺ ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മമ്മാസ് കിച്ചൺ. ടേക്ക് കെയർ. See you. Bye bye.